ഈ പകൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ വിശുദ്ധ ആരാധനയിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഒരു ദിവസം സഹായിക്കുന്നതിനായി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടത്തിപ്പിന്റെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ 5ാം മാസവും നമ്മൾ ഇവിടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ നടത്തിപ്പിന്റെ ഓർത്ത് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാം. ഈ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ നമ്മൾ എത്തപ്പെടുവാനിടയായി ഹല്ലേലൂയ നമുക്ക് കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദി പറയാം. ചെയ്ത ഉപകാരങ്ങൾക്കായി, തുറന്ന വഴികൾക്കായി, ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. നൽകുന്ന വിടുതലുകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയോട് ഹൃദയംഗമായി ദൈവത്തെ സ്തുതിച്ചാരാധിക്കാൻ, ആരാധനയിലേക്ക് വെളിപ്പെടുവാൻ കർത്താവ് നമ്മളിലൂടെ ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന വിശുദ്ധ ആരാധനയായി അവിടുത്തെ പാതയോടെ ആയിരിക്കാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങൾ തരുന്ന ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൂട്ടുവരുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ. ശുശ്രൂഷകളെല്ലാം വന്ന് ആശീർവദിക്കണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവയുടെ സ്ഥലങ്ങളുടെ നാമത്തിൽ ഉയർത്തുവാൻ അനുഗ്രഹിയുടെ പ്രബോധനങ്ങൾ, സാക്ഷ്യങ്ങൾ, ഹല്ലേലൂയ, വചനത്തിന്റെ വെളിപ്പാടൊക്കെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് വെളിപ്പെടുവാൻ കർത്താവിടെ ആക്കണമേ. ആദ്യത്തെ പരിശുദ്ധാത്മാവ് തന്നെ നയിക്കണമേ. കൂട്ടുവരുന്ന ദൈവത്തെ അവിടെ വാസ്തവമായി അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ശുശ്രൂഷകളെ അവിടുത്തെ കരങ്ങളിൽ ശുശ്രൂഷയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാണ്. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ശുശ്രൂഷ ദൈവത്തിന്റെ കൃപ പകരണമേ. ഇത് പകൽക്കാലം അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രമാനവും മഹത്വമൊക്കെ ആദ്യമായിട്ട് കൃപയിൽ പരിപാലനങ്ങളിൽ ഉണ്ടാകും. കർത്താവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വചനം ഹല്ലേലൂയ ദിവസം ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് ഒരുക്കുന്ന ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന പ്രാരംഭത്തിൽ പാട്ടുകൾ പാടി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. അതിനായി സമയത്തെ വേദനയും ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ Oh
കൊടുക്കാം. ഹല്ലേലൂയ. കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, പാപഭാരത്തെ വീണ്ടെടുക്കുവാൻ ആത്മശക്തിയാൽ നമ്മെ നിറയ്ക്കുന്ന കർത്താവ്, രോഗശൈലിയിൽ നമ്മെ ഹല്ലേലൂയ സൗഖ്യമാക്കി ക്ഷാമകാലം നമ്മെ ക്ഷേമമായി നമ്മുടെ മേൽ വെച്ച് ആലോചന പറഞ്ഞിരുന്ന കർത്താവ്, ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന രക്ഷയാം ദൈവത്തിന് പകൽക്കാലം നമുക്ക് ആരാധിക്കാം. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രമുള്ള ഗാനം ചേർന്ന് പാടി ദൈവത്തെ വീണ്ടും ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, എന്റെ ദൈവത്തിന് സ്തോത്രം, ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, എന്റെ ദൈവത്തിന് സ്തോത്രം.
Hallelujah. Stotram, stotram, stotram. Praise the Lord. Glory. Hallelujah. 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 Amen. Stotram, stotram. Hallelujah. Stotram, stotram. Hallelujah. Amen. Hallelujah. Amen. Hallelujah. ആമേൻ. പ്രാർത്ഥനയുടെ നാമത്തിൽ ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സൈന്യങ്ങളുടെ യഹോവയെ ചെയ്തുന്ന എത്ര മനോഹരം. ഒരു കൂടും നടത്തിയിരിക്കുന്നു. എന്റെ രാജാവ് എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയെ നിന്റെ യാഗപീഠങ്ങളിൽ തന്നെ ബലം നിന്നുള്ള മനുഷ്യർ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പരിപാടികളുണ്ട്. നടക്കുമ്പോൾ അതിനെ ശിലാശയമായി തീർക്കുന്നു. മുന്നറിയാതെ രോഗമായി തീർക്കുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിനെ നോക്കണമേ. നിന്റെ അഭിഷക്ത മുഖത്തെ കടാക്ഷിക്കണമേ. Hallelujah. Stotram, stotram, stotram. Glory to God. Thank you, Jesus. Thank you, Lord. Hallelujah. Stotram, stotram, stotram,
സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനങ്ങളൊക്കെ എന്താണ് സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. പലപ്പോഴും ഇവിടെ വായിച്ച് ഈ സങ്കീർത്തനത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം പലപ്പോഴും നമ്മളാണെങ്കിൽ പുതിയ സഭകളൊക്കെയും പണിത് അതിൻ്റെ പ്രകാശമൊക്കെ നടത്തുമ്പോൾ ഈ വായിച്ച് സങ്കീർത്തനം വായിച്ച് നമ്മൾ വായിച്ച് സഭയൊക്കെ സമർപ്പിക്കുന്നുണ്ട്. വാക്കൊന്നും കിട്ടുന്നില്ല. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോഴേ കോരകോത്തന്മാരുടെ സങ്കീർത്തനമായിട്ട് കാണുവാനായിട്ട് നമ്മൾ സാധിക്കുന്നുണ്ട്. കോരകോത്തന്മാര് ഈ സങ്കീർത്തനം 42-ാം സങ്കീർത്തനമായിട്ട് വളരെ സാമ്യമുള്ള സങ്കീർത്തനമാണ്. കോരകോത്തന്മാർ പല സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അംഗീകരിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 84-ാമത്തെ സങ്കീർത്തനം. ഇതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ വായിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയെ തിരുനാമം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാങ്ങിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നമ്മൾ ഈ വാക്യം വായിച്ചു കഴിയുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് കോരകനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോരകൻ എന്ന് പറയുന്ന ആള് പിന്നെ ഇസ്രായേൽ മക്കള് ഇസ്രായേലിൽ നിന്ന് കനാൻ ദേശത്ത് പുറപ്പെട്ടുള്ള അവരുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം ജനങ്ങളിലെ ലേവ്യാഗ്രഹത്തിലൊക്കെ പെട്ട ഒരു കൂട്ടമായിരുന്നു ഈ കോരകനും കൂട്ടുമായിട്ടുണ്ട്. പക്ഷേ അവരിങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് ഇവർക്കെല്ലാം ഈ കോരക ഒരു കാര്യം ചെയ്തു. അവരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചു പേരും കൂടി ചേർന്ന് ഈ മോശയ്ക്കും അഹരോനും എതിരായിട്ട് സംസാരിക്കാനും അഹരോന്റെ പൗരോഹിത്യം ഇവർക്ക് കിട്ടുവാനും വേണ്ടി ചില കാര്യങ്ങളൊക്കെ അവരെ കൂടുതലായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ഇവർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ കൂടെ ഇതൊക്കെയും സംസാരിച്ചുകൊണ്ട് ഇവര് മോശയിലേക്ക് വന്നു. മോശയുടെ വന്ന് മോശമായി സംസാരിച്ചപ്പോൾ മോശയ്ക്ക് വളരെ പ്രയാസം തോന്നി. ഇവരെന്താണ് ഈ കോരവും കൂട്ടും എല്ലാം കൂടി ഇങ്ങനെ ചെയ്യുന്ന പ്രയാസം തോന്നി. അപ്പൊ മോശ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഞാൻ ദൈവത്തോട് ആരോടും ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു. മോശ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ മറുപടി അങ്ങനെയൊന്നുമില്ലായിരുന്നു. ദൈവത്തിനെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോ പ്രവൃത്തിയോ നമ്മൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. കാര്യം ചോദിച്ചാൽ അതിന്റെ അനുഭവം എന്താണെന്ന് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. മോശ പ്രാർത്ഥിച്ചു. പക്ഷേ അതിന്റെ അനുഭവം ഉണ്ടായിരുന്നു. അത് കോരനും 250 പേരും കൂടിയായിരുന്നു ഇതിനു വേണ്ടി വന്നത്. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഈ കോരനെ 250 പേരും ഭൂമി പിളർന്ന് അവർ മുഴുവൻ ഭരിച്ചു. അതാണ് പറ്റുന്നത്. അങ്ങനെ ദൈവം തക്ക സമയത്ത് ആ ഒരു പ്രയാസം നമുക്ക് എതിരെ വന്നു കഴിഞ്ഞാലും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ച് തക്ക സമയത്ത് ദൈവം മറുപടി തരും. പക്ഷേ അത് തന്നെയല്ല, അത് ഓരോ പുത്രന്മാരെ അവരെ കൂടെ നിന്നില്ല. കാരണം അവർ ദേവാലയത്തിൽ പോവുകയും വരികയും ഒക്കെയും ചെയ്തുകൊണ്ടിരുന്നത് അവർക്കറിയാം നമ്മൾ കളി ദൈവത്തോടല്ല. അപ്പോൾ അതുകൊണ്ട് അവർ വേർപെട്ട് നിന്നുകൊണ്ട് കോരപുത്രന്മാർക്ക് അവർ രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആദ്യത്തെ ഈ 1-ാമത്തെ വാക്യം വായിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവയെ തിരുനാമം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അവർക്കറിയാം അവർ ദൈവത്തിനെതിരായി നിന്നുള്ള കാര്യങ്ങളും അവർ തീർക്കുന്ന ഈ ആലയത്തിൽ പ്രാപിച്ച അനുഗ്രഹം അവർക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് അവരെ ഈ പ്രവൃത്തിക്ക് പോകാനുള്ളത്. പക്ഷേ അവർ അജ്ഞാനികമായിട്ടാണ് ഇത് വന്നത്. അതുകൊണ്ടൊക്കെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അന്ന് ആ പാളയത്തിൽ ആ ദിവസങ്ങളിൽ 14,800 പേരെ ഒരു ബാധ വന്ന് അവർ പെട്ടുപോയി. ആ ബാധ നിന്നത് അഹരോൻ ആ പാളയത്തിൽ ആ അടുത്ത് ചെന്ന ശേഷമാണ് ആ ബാധ നിൽക്കുവാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തെ നമ്മൾ സാധിച്ചിരിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോഴും ഒരു ദൈവത്തെ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്തോ അനുഭവം വരാൻ പോകുന്നത് അറിയാൻ പറ്റില്ല. വീണ്ടും ഞാൻ താഴോട്ട് വഴിക്കുന്നു. കൂരിൽ ഒരു വീടും ഇവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അതിന്റെ വിവർത്തനങ്ങളിലേക്ക് മറ്റു ബുക്കിലേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്. വേദപണ്ഡിതന്മാർ പറയുന്നത്
ഈ പാലത്തിനകത്തെ കുഴിയിൽ വിവൽ പക്ഷി അധികം ശക്തിയൊന്നും ഇല്ലാത്ത 2 പക്ഷികളാണ്. അത് വന്ന് വാലയത്തിനകത്ത് കൂട് വെച്ച് സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. ഇത് കണ്ട് സങ്കീർത്തനക്കാരന് അസൂയ തോന്നിയാണ് പറയുന്നത്. ദൈവം നമ്മളൊരു കാര്യം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആ യാഗമായി തീർന്ന് യാഗമായി തീർത്തതിന് നമ്മൾക്ക് വേണ്ടി നമ്മളെ രക്ഷിച്ചു. ആ രക്ഷയുടെ അനുഭവം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ആലയത്തോടെ ആരാധിക്കാൻ ദൈവത്തിനോട് വന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ ആലയത്തിൽ വരിക എന്ന് പറയും, ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെട്ട സ്തുതിക്കാനും നമ്മളിപ്പോൾ വരുമ്പോൾ അനുഗ്രഹം പ്രാപിച്ചു വേണം നമ്മൾ മടങ്ങി പോകാനായിട്ട്. നമ്മൾ അനുഗ്രഹിച്ച് പോകുമ്പോൾ പിന്നെയുള്ള ദിവസങ്ങളൊക്കെ ദൈവം നമ്മളെ പരിപാലിച്ച് നടത്തുന്നു. പിന്നെ ഞാൻ താഴോട്ട് വായിക്കുന്നു, 4-ാമത്തെ വാക്യം വായിക്കുന്നു. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുകയും നമ്മൾ ദൈവത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ചു ആരാധിക്കുകയും വൃത്തം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിക്ക് ദൈവം അനുഗ്രഹമാക്കി തീർന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഒരു കാലത്തും നമുക്കൊരു നന്മയും നഷ്ടപ്പെടില്ല, നന്മക്ക് കൂടുകയേ ഉള്ളൂ. അതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതുപോലെ 5-ാമത്തെ വാക്യമായിരുന്നു ബലനിന്നുള്ള 6-ാമത്തെ വാക്യം, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ നീ അവൻ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, പൂർണ്ണമായി. നമ്മുടെ ദൈവസ്ഥാനം വരുമ്പോൾ ദൈവമക്കൾക്ക് കണ്ണുനീരുണ്ട്, കൂരിലും താഴ്വരയുണ്ട്. നമ്മൾ 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കൂരിലും താഴ്വര ഒരനുഭവം ഭയപ്പെട്ടിരിക്കും. ദൈവസ്ഥലം നമ്മൾ സാധ്യത ഏതൊരു അനുഭവത്തിന്മേൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു താഴ്വര വന്നാലും കണ്ണീരിന്റെ അനുഭവം വന്നാലും ദൈവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഭവം സമർപ്പിക്കും. അതിനായി ദൈവത്തെ നോക്കുക. നമ്മുടെ കുറവോ പോരായ്മ ഉണ്ടെങ്കിൽ ദൈവസ്ഥാനിൽ നമ്മൾ അനുഭവിക്കണം. അനുഭവിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ കൂടുതൽ ദൈവസ്ഥാനിൽ പ്രാർത്ഥന. ജീവിതത്തിൽ കുറവ് പോരായ്മ ഇല്ലാതെ ആരുമില്ല. ഞാൻ എന്നെ മാറ്റി നിർത്തുമ്പോൾ എന്റെ ജീവിതത്തിൽ കുറവുള്ള പോരായ്മ അവശിഷ്ടമൊക്കെ ഉണ്ട്, പലപ്പോഴും ഉണ്ട്. അതേസമയം ഞാൻ പ്രാർത്ഥിച്ച ശേഷം ദൈവമൊക്കെ കൂടുതൽ വരുന്നത് എന്നെ മാറ്റി നിർത്തുമ്പോഴല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിൽ കുറവ് പോരായ്മ ഉണ്ട്, പലപ്പോഴും ഞാൻ ദേഷ്യപ്പെടാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവം കാണുന്നെങ്കിൽ മാത്രമേ ദൈവം അതിനോട് കൊടുക്കുള്ളൂ. നമുക്കറിയാം, ഈ ലേവ്യ നമ്മൾ ഈ കോളേജിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ കഴിയാവുന്നത് നമുക്കറിയാം, ഈ സീനായി മലയിൽ പിന്നെ മോശ പലകരമായിട്ട് പോയിട്ട് തിരിച്ചു വന്നവരെ നമുക്കറിയാം. ആ പാളയത്തിൽ നടന്ന സംഭവം അഹരോൻ അവരെല്ലാം കൂടി സ്ത്രീമക്കളെല്ലാം കൂടി അവരോട് പറഞ്ഞ് കാളക്കുട്ടിയെ ഉണ്ടാക്കി അവരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഘോഷിക്കുമ്പം ദാവീദ് മോശ വന്ന് നോക്കുമ്പോൾ ഇവര് കാളക്കുട്ടിയെ ആരാധിക്കുന്നത്. മോശയ്ക്ക് വളരെ ദേഷ്യം വന്നു. മോശ എന്തോ പറഞ്ഞ് യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്നു മാറി നിൽക്കട്ടെ. അപ്പോൾ യഹോവയുടെ പക്ഷത്ത് മാറി നിൽക്കുന്നത് പറഞ്ഞപ്പോഴേ അഹരോനും അതുപോലെ ലേവ്യരുമാണ് മാറി നിന്നത്. ഇതിന്റെ കോറു ആ പ്രയാസം ഉണ്ടാക്കിയ സമയത്ത് ഈ ലേവ്യ ഗ്രഹവും ഇവർ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ലേവ്യ അവരെ മോശ പറഞ്ഞ് മാറി നിൽക്കുന്നത് അവർ റിപ്പൻ ചെയ്ത് അനുദമിച്ച് മാറിച്ചതോടെ ലേവ്യാഗ്രഹത്തിന് വിടുതലുണ്ടായി. അല്ലാതെങ്കിൽ ലേവ്യാഗ്രഹത്തിന് വിടുതലുണ്ടാകത്തില്ലായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഭയപ്പെടുന്നത് വലിയ ആഴമായിട്ട് അറിയില്ലെങ്കിലും അഹരോനും ആ സമയത്ത് അഹരോനും ലേവ്യയുമാണ് യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കുന്നത് പറഞ്ഞപ്പോൾ മാറി നിൽക്കും. അതുകൊണ്ടാണ് അഹരോന്റെ പൗരോഹിത്യം പോകാതെ അഹരോനും അവിടെ നിൽക്കാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തെ നമ്മൾ ചോദിച്ചാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമ്മുടെ ദൈവത്തിന് കഴിയും നമ്മൾ അനുഭവിച്ച് താമസിക്കണം. അതിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ അവിടെ തിരുമേശയുണ്ട്. നമ്മൾ എത്രത്തോളം ഭയഭക്തോടെയാണ് ഈ തിരുമേശയില് നിൽക്കേണ്ടത്. നമ്മൾ ചുമ്മാ വന്ന തിരുമേശയില് പങ്കെടുക്കുകയല്ല. അതായത് ഞാൻ ഈ തിരുമേശയോട് നോക്കുമ്പോൾ ആ ആഴ്ച പോലെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്തെങ്കിലും കുറവ് പോരായ്മ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ട്, പോരായ്മകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, അത് എന്റെ ജീവിതത്തിലുണ്ട്, ഞങ്ങളെ സമയങ്ങളുണ്ട്. പക്ഷെങ്കില് തീർത്ഥാടന ശുശ്രൂഷ എടുക്കുമ്പോഴേ അതുപോലെ ഭയഭക്തോടുകൂടി വേണം നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷ എടുക്കാറ്. നമുക്കറിയാം, നമ്മൾ എല്ലാ വർഷവും ഒരു വാണി ദൈവം
വാണി നിന്ന് ദൈവം നമ്മൾ പറഞ്ഞ ശേഷമാണ് ശുശ്രൂഷയിലേക്ക് നോക്കുന്നത്. അപ്പോൾ അതിൽ പൗലോസ് പറയുന്നില്ല, പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച തമ്മനെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ ജനിക്കുകയും ചെയ്തത് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്ത സ്തോത്രം ചൊല്ലി കൊടുക്കി. ഇത് പിന്നെ പൗലോസിൽ നിന്ന് ഗുണമൊന്നുമല്ല. മൂന്നാം സർവത്തോടും പോയ പൗലോസ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൽ നൽകുന്ന ഒരു മഹാ ശുശ്രൂഷയാണ്. ഇതിനെത്രയോടും പിന്നെ ആഴമായിട്ട് നമ്മൾ ചിന്തിക്കുകയും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച ശേഷം മാത്രമേ ഇതിൽ പങ്കുള്ളതാകും. കാര്യം ചോദിച്ചാൽ അതിനുശേഷം അത് അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി കൊടുക്കുകയാണ്. നമുക്കറിയാം ദേവദാസൻ ഇവിടെ കാണാൻ എടുക്കുമ്പോൾ സ്തോത്രം ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോഴാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തരും അത് ഭയഭക്തോട് എനിക്കറിയാം, വളരെ എനിക്കറിയാം, പ്രാഗൽഭ്യമില്ലാത്ത ഇതുപോലെ എനിക്കറിയാം. പല നമ്മൾ കുറിച്ച് മീഡിയ മരിച്ചേച്ച് എനിക്കറിയാം വേറെ വെച്ച സംഭവം. അവരാണെങ്കിൽ ഒരു ഏലക്കാർക്ക് വായിക്കും അവർ പറയുന്നതില്ല ഇത് എടുക്കാൻ വരുന്ന സ്മെല്ല് വരെ ആയിരിക്കാം. എന്റെ ദൈവമക്കളെ നമ്മൾ കുറ്റമില്ല പേഴ്സിൽ വെച്ചോണ്ട് ദേഹത്ത് ചുറ്റിക്കൊണ്ട് ആ റിസീറ്റ് വെച്ചോണ്ടാണ് ഒരു കൂട്ടുകാരനെ ഒരു ദിവസം രണ്ട് അത് ഒരു സഭയിലെ പിന്നെ സെൻട്രൽ പാസ്റ്ററുടെ മോനാണ്. അവൻ എന്നോട് പറഞ്ഞാൽ 2 ഇയർ അടിച്ചോട്ട് വന്ന് ഇരുന്നാലും ഒരു ഉന്മേഷമാണ്. അവനിപ്പോൾ വയറ്റിലുള്ള ഒരു പ്രാന്തനെ പോലെ വല്ലാതെ നടക്കുന്നൊരു അനുഭവമാണ്. ദൈവങ്ങളെ എപ്പോഴാദ്യം പിടിക്കുന്ന അറിയത്തില്ല. തനിക്ക് ശിക്ഷാവധി നിന്നെ പിടിക്കുകയും ചെയ്യും. അത് നമ്മൾ ഓർക്കണം. നമുക്കൊരു വാണി ശേഷമാണ് വളരെ ഭയഭക്തോട് ഭയഭക്തോടുകൂടെ നിൽക്കാവും. നമുക്ക് ഓരോരുത്തരെയും വിഷയങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ശലോമോൻ ഏതൊരു വ്യക്തിയായിരുന്നു ദൈവത്തിൽ നിന്ന് എല്ലാം പ്രാപിച്ച് അനുഗ്രഹങ്ങളും പ്രാപിച്ച് വലിയൊരു വ്യക്തിയായിരുന്നു. ദൈവം എല്ലാം കൊടുത്തു. ദേവാലയം മുറിഞ്ഞു. ദേവാലയത്തിലേക്ക് ആ എഴുന്നള്ളത്ത് സൂക്ഷിക്കാവുന്ന കാണുമായിരുന്നു. ലോകത്തിൽ ഇന്നുവരെ ദേവാലയത്തിൽ വന്നപ്പോൾ ശക്തിയായി ഇറങ്ങി പുരോഹിതന്മാർക്ക് സൂക്ഷിക്കാൻ വയ്യാത്ത രീതിയിലായിരുന്നു. എല്ലാം കൊടുത്തു. എല്ലാം പറഞ്ഞു. 3000 സദൃശവാക്യങ്ങൾ എഴുതി എല്ലാം ഒരു വ്യക്തിയാണ്. ഒടുവിൽ എന്ന് ശ്രദ്ധിച്ചു ലോകത്തിന്റെ അനുഭവത്തിനനുസരിച്ച് നടന്നു. എഴുത്തുള്ള ഭാര്യമാര് വെപ്പാട്ടിമാര് ഇവരെല്ലാം കൊണ്ട് നടന്നു. ഒടുവിലെ ശലോമോന് മനസ്സിലായി ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞത്. ഒടുവിൽ വളരെ ശലോമോനായി തീർന്ന് ഒടുവിൽ എന്ത് സംഭവിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെല്ലാം സംഭവിച്ചു. ഒടുവിലെ സഭാപ്രസംഗത്തിൽ എഴുതിയപോലെ ഇരിക്കുന്നത് എല്ലാം മായ. ദൈവം അനുഭവിക്കുന്നത് ഞാൻ പറയില്ല. അത് അനുഭവിക്കൊണ്ട് അനുഭവിക്കണം. അതുപോലെ ആയിരിക്കണം. അതുപോലെ വിശ്വസ്തോട് നമ്മുടെ ദിവസത്തിൽ നിന്ന് മാത്രമേ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നിയ അനുഭവമാണ് ഈ ആഴ്ചത്തെ നമ്മുടെ ഉപവാസപ്രാർത്ഥന. ആ ഉപവാസപ്രാർത്ഥന ഇസ്കിയാവിനെ കുറിച്ചാണ്. ആദ്യത്തെ ദിവസം ഗ്രഹിച്ചാൽ വളരെ അനുഗ്രഹമായിട്ട് രീതിയിൽ ഇസ്കിയാവിനെ കുറിച്ച് പറഞ്ഞു. ഇസ്കിയാവിനെ അറിയാം. ഇസ്കിയാവ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന വലിയൊരു വ്യക്തിയായ ഒരു രാജാവായിരുന്നു. ആ രാജാവിന്റെ മുന്നില് സൈന്യം വന്ന് നിൽക്കുന്നു. ആ ഇസ്കിയാവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ സൈന്യത്തിന്റെ മുന്നിൽ അവർ വിശ്വാസമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം വിടുതലായിരിക്കുമെന്ന്. പക്ഷേ ആ ജനങ്ങൾക്ക് പേടിയായി നെക്സ്റ്റ് ഡേ എന്ത് സംഭവിക്കുന്നു എന്നത്. അപ്പോൾ അവർക്ക് ദൈവം പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം വരെ അശൂർ പാളയത്തില് ദൈവം തന്റെ ദൂതനുണ്ട് 1,75,000 പേരെ നശിപ്പിച്ചു. ദൈവമക്കളെ ഏത് ശത്രു നമ്മുടെ മുന്നിൽ നിന്നാൽ അവരുടെ മുന്നിൽ പ്രവർത്തിക്കാൻ കഴിയുള്ള ദൈവമാണ് നമുക്കുള്ളത്. അതിനാൽ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞ പോട്ടെ 10-ാമത്തെ വാക്യം വായിക്കുന്നു. നിന്റെ പ്രകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽക്കാവനായി നിൽക്കുന്ന എനിക്ക് ഇഷ്ടം. ദൈവമക്കളെ നമ്മൾ 1000 ദിവസം ചുറ്റി നടത്താനും ഒരു ദിവസം വന്ന് നമ്മുടെ ആലയത്തിൽ വന്ന് ഒന്നനുഗ്രഹവും പ്രാപിച്ച് ഈ 1000 ദിവസത്തേക്കാൾ അത് അനുഭവിക്കുന്നവർക്ക് അറിയുന്നുള്ളൂ. അതിനാണ് പറയുന്നത്
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് ദൈവമേ നമ്മൾ ദിവസം താഴ്ചയോടെ ഹൃദയത്തെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ കഴിയും. എന്റെ അനുഭവങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങൾ പിന്നെ നമ്മളെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ദുഷ്ടന്മാരുടെ കൂടെ ആരെങ്കിലും പ്രാർത്ഥനയെ കാണാൻ എവിടെ ആലയത്തിൽ ഭവനക്കാരനായി ജയിക്കുന്നുണ്ട്. നമ്മൾ ദുഷ്ടന്മാരാകാതെ കൂടാനും പ്രാർത്ഥിക്കാതെ നമുക്ക് എന്തിനാകട്ടെ പോസ്റ്റും നിന്നെയും പരിഹാസവും ദൈവത്തിൽ ഇടമില്ലാത്തില്ലെങ്കിലും ആലയത്തിന്റെ വാർത്തയിൽ നിന്നാൽ തന്നെ അത് മാത്രം മതി ആലയത്തിലുള്ള അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ദൈവങ്ങളെ വിശ്വസ്തോടനായ ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കറിയാം സമയമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം, അതുപോലെ ഇന്ത്യൻ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, ഇനിയിപ്പോ ഇറാനുമായിട്ട് നടക്കാൻ പോകുന്നു. അങ്ങനെ ഓരോന്നൊക്കെ കാണും. ഇപ്പൊ അടുത്ത വർഷം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഭ്രാന്തന്മാർ തമ്മിൽ ഇപ്പൊ യുദ്ധം ഉണ്ടാകാൻ പോവുക. ഉത്തര കൊറിയയിലെ ആ പ്രാന്തനും ചൈനയിലെ ആ പ്രാന്തനുമായിട്ട് നിങ്ങൾക്കറിയാമോ അങ്ങനെയുള്ള പ്രയാസമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റുകൊണ്ടിരിക്കുക. ആ വരവിനായിട്ട് നമുക്ക് ഒരുക്കി പ്രാർത്ഥിക്കാം. അതുപോലെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വാക്യത്തിൽ ഈ അധ്യായത്തിൽ ഒരു 5 പ്രാവശ്യം ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. അതാണ് നമ്മുടെ ഭാഗ്യം. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് Isaiah 12, verses 2-4. See, God has come to save me. I'll trust in Him and not be afraid. In that wonderful day, they'll sing. Trust in the Lord, praise Him, tell the nations what He has done. Let them know how mighty He is. Give thanks to the Lord, for He is good. His love endures forever. Praise God. Praise the Lord, all you gift and Lord of all you peoples. For His merciful kindness is great toward us, and the truth of the Lord endures forever. Psalm 117. Praise God. Hallelujah. യേശു കണ്ണനെ വാഴ്ത്തു. Psalms 20, verse 7. Some trust in chariots and some in horses, but we will remember the name of the Lord our God. John chapter 8, verse 31-32. If you abide in my word, then you are disciples of me, and you shall know the truth, and the truth shall set you free. Fear not, for I am with you. Be not dismayed, for I am your God. I will strengthen you. Yes, I will help you. I will uphold you with my righteous right hand. Isaiah 41, verse 14. Praise God. Hallelujah. Matthew 5, verse 3-5. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are those who mourn, for they will be comforted. Blessed are the meek, for they will inherit the earth. Praise God. Deal bountifully with your servant, that I may not keep your word. Open my eyes, that I may see wondrous things of your law. I am a stranger in the earth, do not hide your commandments from me. Psalms 119, verse 17-19. Amen. Praise God. Matthew 43-48. You have heard that it was said, love your neighbors and hate your enemies. But I tell you, love your enemies and pray for those who persecute you, so you may be children of your Father in heaven. He causes the sun to rise on the evil and the good, and sends rain on the righteous and unrighteous. If you love those who love you, what are you doing more than others? Don't even the tax collectors do that? And if you greet only your people, what are you doing more than others? Don't even the pagans do that? Be perfect, good for your heavenly Father is perfect. But we do the word, not hearers and deceiving yourselves. For the person is a hearer of the word, not a doer. He's like a man who looks intently at his natural face in the mirror. He goes away and at once forgets what he was like. But look into the law, the perfect law, the law of liberty, and persevere.
not being hearers who forget, but doers who act. He who does these will be blessed in his doing. James 1 verses 22 and 25. Praise God. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ പ്രിയന്മാരിൽ നിന്നെഴുന്നള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയന്മാരിൽ നിന്നെഴുന്നള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ.
12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ താല്പര്യം. Let us turn our Bibles to Mark chapter 11, verses 12 to 14. പിറ്റേന്നാൾ അവർ ബഥാനി വിട്ടു പോരുമ്പോൾ അവൻ വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികിലെത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. Now the next day, when they had come out from Bethany, he was hungry, and seeing from the afar a fig tree having leaves, he went to see if perhaps he would find something on it. When he had to come, he found nothing but leaves, for it was not the season for figs. In response, Jesus said to it, "Let no one eat fruit from you ever again." And his disciples heard it. Praise God, hallelujah. ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. I thank God for his word. ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം, ഹല്ലേലൂയ, നാം ഫലപുഷ്ടിയുള്ളവരായി തീരുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. The withered fig tree are called to be fruitful is what we see in this passage. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള, നാം പല പ്രാവശ്യം പ്രസംഗം കേട്ടിട്ടുള്ള, ഞാൻ തന്നെ ഇവിടെ ചില ഇടയോഗങ്ങളും മീറ്റിങ്ങുകളിലൊക്കെ വളരെ പഠിച്ച് ശുശ്രൂഷിച്ച ഭാഗമാണ് നാം ഇത് വായിച്ച ഭാഗം. This is a well-known chapter that we read before, and I've also preached on this verse before. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഈ ഒരു സംഭവത്തോടുള്ളത്. നോക്കിയാൽ യേശു കർത്താവ് ഫലത്തിന്റെ കാലമല്ലാതിട്ടും ആ തീയെ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി. ഇതൊക്കെ പലർക്കും പല ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉയരുന്ന, യേശു അങ്ങനെ ഒരു വ്യക്തിയാണെന്നോ ചില തരത്തിൽ ചോദ്യങ്ങൾ ഉയരുന്ന തരത്തിലുള്ള ഒരു വേദഭാഗമാണ്. There's a lot of questions and confusions about this passage because it was not in season for the tree to give a fig, and then people questioned among them inside themselves, why did God curse a tree that was not in season? കർത്താവായ യേശുക്രിസ്തു ഈ സംഭവത്തിന് തുനിഞ്ഞത്, ഈ ഒരു കാര്യത്തിന് തുനിഞ്ഞത് വലിയൊരു വചന സത്യം നമ്മെ അറിയിക്കുവാൻ, നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ്. The reason why Jesus went through this way is to remind us of a great truth in this world. മർക്കോസിന്റെ സുവിശേഷം മറ്റു സുവിശേഷത്തിൽ വ്യത്യസ്തമായി വളരെ വേഗത്തിൽ കാര്യങ്ങളെ പറഞ്ഞു തീർക്കുന്ന 16 അധ്യായം മാത്രമുള്ള പല കാര്യങ്ങളും ദ്രുതഗതിയിൽ വിവരിക്കുന്ന ഒരു സുവിശേഷമാണ്. The book of Mark goes through all incidents pretty quickly. It has only 16 chapters. It does not go in depth about every incident. എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള സുവിശേഷങ്ങളെക്കാൾ ഉപരിയായി ഇതിന്റെ സംഭവങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആണ്, വളരെ വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത്. As compared to other gospels, the book of Mark goes pretty fast through all the incidents. ഈ സുവിശേഷം എഴുതിയ ലേഖകന്മാരെല്ലാവരും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 പേരും ഈ സുവിശേഷം അവർ എഴുതുവാൻ ചില പ്രത്യേകമായ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട്. The way the authors wrote the book, Matthew, Mark, Luke, and John, they used a particular strategy to write the book. മർക്കോസ് എഴുതിയ ആ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് വേദപണ്ഡിതന്മാർ സ്ട്രാറ്റജി ഓഫ് ഇമ്മീഡിയസി എന്ന് പറഞ്ഞിരിക്കുന്നത്, വേഗത്തിൽ കാര്യങ്ങളെ എഴുതി, എന്നാൽ വേഗത്തിലാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ തക്കതായ രീതിയിൽ പറഞ്ഞ് മുഴുമിക്കുന്ന ഒരു സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. Bible scholars have said that the book of Mark was written in a strategy of immediate response, but with great detail about it. എന്നാൽ ഇവിടെ നാം വായിക്കുന്ന ഈ ഭാഗത്ത് മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു റൈറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അത് നമുക്ക് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് സാൻഡ്വിച്ചിങ് ദ ഇവന്റ്സ് എന്നാണ്. സോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡിന്റെ ഇടയ്ക്ക് നമ്മൾ ഇറച്ചി വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു. ഇപ്പൊ ഇവിടെ ആരും എനിക്ക് നിങ്ങളെ വിശന്നിരിക്കുക, സാൻഡ്വിച്ചിന്റെ കാര്യം പറയുമ്പോൾ പലരുടെ പോകുന്ന വഴിക്ക് മാറ്റി കഴിക്കുകയോ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്താൽ മതി. പക്ഷെ ഞാൻ അതിന്റെ ആ വാക്ക് അത് തന്നെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. സാൻഡ്വിച്ചിങ് സ്ട്രാറ്റജിയാണ്. 2 സംഭവങ്ങളുടെ ഇടയ്ക്ക് ഒരു സംഭവം തിരികെ കയറ്റി. എന്നാൽ ഇതെല്ലാം തമ്മിൽ ബന്ധമുള്ള സാൻഡ്വിച്ചിങ് സ്ട്രാറ്റജിയാണ് മർക്കോസ്. പലയിടത്ത് മർക്കോസ് അത് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് The Bible scholars have said that the book of Mark, when he was writing the gospel, he used a sandwiching strategy in which he would combine 2 incidents and have a great meaning in between that. Praise the Lord. Hallelujah. ഇവിടെ നാം കാണുന്ന 3 സംഭവങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, യേശു കർത്താവ്
ഈ അത്തിമരത്തെ ശപിക്കുന്നുണ്ട്. അതിനുശേഷം യേശു കടന്നു പോകുന്നത് യെരൂശലേം ദേവാലയത്തില് അതിന്റെ ശുദ്ധീകരണത്തിനായി അവിടെ ചെന്ന് യേശു വലിയ രീതിയിൽ ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഒരു ന്യായവിധി പോലെ അധികാരത്തോടെ എല്ലാവരും പുറത്താക്കുന്നു. അതിനുശേഷം വീണ്ടും ഈ ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയ സംഭവത്തിലേക്ക് വരുന്നു. അങ്ങനെ കയറി ഇറങ്ങിയുള്ള ഒരു ഇവന്റ് ആണ് നമ്മൾ വായിക്കുന്നത്. So here we see that there are three events that happens in this passage. The first one is where Jesus, he curses the fig tree. The second is when he goes to Jerusalem to cleanse the temple, and over there we see he did a great work over there. And the third one is he comes back to this withered fig tree. Over here it shows a series of going up and down. ഈ സംഭവങ്ങൾക്ക് ശേഷം, ഈ സാൻഡ്വിച്ചിങ് ഇവന്റ്, ഈ സംഭവങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു ഇതിന്റെ രത്നച്ചുരുക്കം എന്താണ് ഇതിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത് എന്നും നമുക്ക് 20-ാം വാക്യങ്ങളിൽ താഴെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. So through this sandwiching strategy, you can see is what God was trying to teach others through this events, through these three events. സംഭവത്തിന് ശേഷം വെറുതെ ഇടുകയാണ്. സംഭവത്തിന് ശേഷം വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്. നാം 24-ാം വാക്യം മുതലൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും ക്ഷമിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് ഈ സംഭവത്തിന്റെ ഒരു മോറൽ പോലെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നതാണ് നാം കാണുന്നത്. So he does not just forget this event, but he uses this event to teach his disciples about forgiveness and prayer, and we read that in verse 24 onwards. ഈ അത്യുണർന്ന വിഷയം കർത്താവ് ഒരു വലിയ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചിഹ്നം മാത്രമാണ്. What he's showing about the withered fig tree is something he's pointing to something that's greater. ഒരു സിംബോളൈസിംഗ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചിഹ്നമായി കർത്താവ് ഈ അത്തിവൃക്ഷം ഉണങ്ങിപ്പോകുന്ന, അതിനെ ശപിക്കുന്ന ആ സംഭവത്തെ നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. He is trying to use this event of withering, cursing the fig tree and having it withered to symbolize something. Praise the Lord. Hallelujah. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ച ആലയത്തിലേക്ക് ഈ മർക്കോസ് സുവിശേഷത്തിൽ മാത്രം കാണുന്ന കാര്യമാണ്. ഈ അത്തിവൃക്ഷത്തിനടുത്തേക്ക് പോകുന്നതിന് മുൻപ് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവർ യെരൂശലേം ദേവാലയത്തിൽ ചെന്നു എന്ന് നാം വായിക്കുന്നു. ചുറ്റും നോക്കി സകലതും കണ്ടു, എന്നാൽ സ്തോത്രം നേരം വൈകിയതുകൊണ്ട് നാം വാക്യം ഞാൻ പറയുന്നത് പന്തിരൂടെ ബഥാനിയിലേക്ക് പോയി. ആ പോകുന്ന വഴിക്കാണ് ഈ അത്തിവൃക്ഷത്തെ ശപിക്കുന്നത്. So before this event of cursing the fig tree, we read in Mark chapter 11, verses 11, and Jesus went into Jerusalem and into the temple. So when he had looked around at all things, as the hour was already late, he went out to Bethany with the 12. So this event happened before he cursed the fig tree. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങൾ, ആ 11 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ, 7 അധ്യായങ്ങൾ, അല്ലെങ്കിൽ 6 അധ്യായങ്ങൾ പ്രധാനമായും യേശു കർത്താവിന്റെ കഷ്ടാനുഭവ ദിവസത്തോടനുബന്ധിച്ചുള്ള 2 ആഴ്ചയിലെ ഇവന്റ്സും മാത്രമാണ്. 2 ആഴ്ചത്തെ യേശു കർത്താവിന്റെ ജീവിതത്തിലെ 33 തിരുവയസ്സിലെ ജീവിതത്തിലെ 2 ആഴ്ചത്തെ സംഭവം മാത്രമാണ് വിവരിക്കുവാൻ ഈ വലിയ അധ്യായങ്ങൾ മുഴുവൻ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്നത്. But we see the 7 chapters between chapter 11 to 16. It talks about the final 2 weeks of Jesus' life. ആ അവസാന 2 ആഴ്ചത്തെ സംഭവങ്ങൾ വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് മർക്കോസ് അത്രയേറെ സമയവും അധ്യായങ്ങളും അത് വിവരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. Because there was great importance in the last 2 weeks of Jesus' life, that's why Mark took time to write about this event in the last 7 chapters. ഈ 11-ാം അധ്യായത്തിലെ പ്രധാന കാര്യം കർത്താവായ യേശു ക്രിസ്തു ആലയത്തിലേക്ക് പോകുന്നു. ആലയത്തിൽ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് ഈ 11-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The most important thing that we read in chapter 11 is how Jesus went into the temple to cleanse it. യഹോവയുടെ ആലയത്തെ കുറിച്ച്, ആ ആലയം എത്രമാത്രം ദൈവജനത്തിന്റെ ജീവത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയുള്ള ബന്ധത്തിൽ, ഫലം പുറപ്പെടുകയുള്ള ബന്ധത്തിൽ ആയിരിക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്ന വ്യക്തമാക്കുന്ന അധ്യായമാണ്. This chapter talks about how Jesus wants this temple to have a great impact on people's lives spiritually. അങ്ങനെയല്ലായിരുന്നു. ആലയം ഒരിക്കലും ഫലം പുറപ്പെടുന്ന ഇടമായോ, ആലയം എന്തിനു വേണ്ടി ദൈവം അവർക്ക് നൽകിയോ അതിന്റെ യാതൊരു വിധമായ രീതിയിലുള്ള ഗുണവും ആലയത്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കുന്ന
തലത്തിൽ കർത്താവ് അതിനെ ശാസിക്കുന്ന, അവിടെ ന്യായവിധിയുടെ പ്രവൃത്തിയെ ഇറക്കുന്ന ഒരു സംഭവമാണ് നാം കാണുന്നത്. So, but the people were not using the temple on the purpose of how it was supposed to be used. But that is why Jesus was bringing judgment upon that temple. മനോഹരമായ പ്രൗഢിയുള്ള ഒരു ബിൽഡിംഗ് ആണ്, ഒരു നിർമ്മിതിയാണ്. The temple of Jerusalem was a very beautiful temple. അതല്ല പ്രാധാന്യം. ഈ ആലയത്തിലുള്ള ദൈവം എന്ന് ആഗ്രഹിക്കുന്നു, അത് സംഭവിക്കാതിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വളരെ ക്രോധത്തോടെ അവിടെ പ്രതികരിക്കുകയാണ്. But that wasn't the point. What was supposed to happen in the temple was not happening, and that brought anger to Jesus. യേശു കർത്താവ് ആലയത്തിൽ ചെയ്ത ആ പ്രവൃത്തി നമുക്കറിയാം. വളരെ ക്രുദ്ധനായി, വളരെ അധികാരത്തോടെ, വളരെ വേഗത്തിൽ, മുമ്പൊന്നും പെരുമാറാത്ത വിധം യേശു കർത്താവ് ആലയത്തിനകത്ത് പെരുമാറി അതിന്റെ ആ ഇന്റൻസിറ്റി, അതിന്റെ ആ കാഠിന്യം, ഗൗരവം ഒന്ന് വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഈ അത്തിവൃക്ഷത്തിന്റെ സംഭവം നടക്കുന്നത്. So just because Mark wanted to show how with great authority and with great intimate emotion that Jesus cleansed the temple, he was talking about the story of the withered fig tree. ആ ഒരു സംഭവത്തിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഈ നാടകങ്ങളും കഥകളും നോവലും ഒക്കെ വായിക്കുമ്പോൾ ഇത് എഴുതുന്ന ലേഖനകർത്താക്കള് ഈ സംഭവത്തെ ഒന്ന് കൊഴുപ്പിക്കുവാൻ പല കാര്യങ്ങളും എഴുതിച്ചത്. So when we read novels, we know like when they need to bring intensity, they add certain factors to it. എന്ന് പറഞ്ഞാൽ പ്രപ്പോസ് എഴുതി ചേർത്തെന്നല്ല ഞാൻ പറയുന്നത്. യേശു കർത്താവിന്റെ ആ പ്രവൃത്തിയുടെ ഗൗരവം ആഴത്തിൽ മനസ്സിലാക്കുവാൻ കർത്താവ് പൂർണ്ണ വഴിക്ക് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണോ വരുവാനിരിക്കുന്നത്, ഈ കർത്താവായ യേശുക്രിസ്തു ആലയത്തിൽ ചെയ്യുവാനിരിക്കുന്നതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുവാൻ കർത്താവായ യേശുക്രിസ്തു തന്നെ ചെയ്ത ഒരു പ്രവൃത്തിയായിട്ട് വേണം നാം ഈ അത്യുക്ഷണം. അല്ല, യേശു കർത്താവ് ഫലമില്ലാത്ത കാലത്ത് പോയി അത്തിയെ ശപിച്ചു, എന്തോ മനുഷ്യനായത് എന്ന് പറയുന്ന രീതിയിലുള്ള റെസ്പോൺസ് അല്ല നാം ഇന്ന് പ്രതീക്ഷിക്കുന്നത്. നാം ആ ഓർഡർ ഓഫ് ദ ഇവന്റ്സിൽ കാര്യങ്ങളിലേക്ക് തിരിച്ചാൽ നാം മനസ്സിലാക്കും. So it does not mean that Mark was adding stuff into the Bible, but what he wanted to do is to make sure that we understand the impact and the importance of why the cleansing of the temple happened. He wanted to bring in the story of the fig tree withered to show how it is connected to each other. ഞാൻ പറയാം, കർത്താവായ യേശുക്രിസ്തു അത്യുവൃക്ഷത്തിന്റെ അടുത്തേക്ക് വന്നു. അത്യുവൃക്ഷം എന്ന് പറയുന്ന വൃക്ഷം യഹൂദന്മാർക്ക് ഇസ്രായേലിലെ പലസ്തീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് കോസ്റ്റലിലേക്ക് അത് കിട്ടും. എന്നാൽ അവിടെ വൃക്ഷത്തിൽ നിന്ന് നേരിട്ട് ഫലം പറിച്ചു തരുന്ന അവസ്ഥയാണ് പാലസ്തീനിലുള്ളത്. So let me just talk about this quickly. Jesus came to the fig tree, and it was not in season, but the fig tree symbolizes a very important thing to the people of Israel and Palestine. മാങ്ങ കഴിക്കുന്നത് പോലെ ഒരു അനുഭവമാണ് യഹൂദന് അത്തിപ്പഴം പച്ചപ്പഴം പറിച്ച് കഴിക്കുക എന്നുള്ളത് സാധാരണ ഒരു കാര്യമാണ്. How in India we go out to the mango tree and we pluck it out and eat it. The same way the Jewish people, they pluck the figs and eat it in Israel. ഈ അത്തിപ്പഴത്തിന് അത്തിവൃക്ഷത്തിന് പ്രത്യേകതയുണ്ട്. ഇത് വർഷത്തിലുടനീളം 2-3 പ്രാവശ്യം ഇതിൽ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണ് ഈ അത്തിവൃക്ഷം. One special thing about the fig tree is once or twice a year is only when it produces the fig. എന്ന് പറഞ്ഞാൽ ഈ സമ്മർ, towards the end of the summer, വേനൽക്കാലത്തിന്റെ അവസാന സമയത്ത് ഏകദേശമാണ് ഇത് ഏറ്റവും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത്. It produces the most fig towards the end of the summer season. എന്നാൽ അങ്ങനെ പുറപ്പെടുവിക്കുന്ന ഈ വൃക്ഷം ഇതിന് ഈ ബിഗിനിങ് ഓഫ് ദ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്പ്രിംഗ് സീസൺ നമുക്കറിയാമല്ലോ, അന്നേരമൊക്കെ ഇതില് അങ്ങും ഇങ്ങനെയൊക്കെ ചില കായ്കളുണ്ട്. At the beginning, this event happened at the beginning of spring, and that's when we see a few buds coming out of it. ഈ സമ്മറിൽ കായ്ക്കുന്ന, വേനൽക്കാലത്ത് കായ്ക്കുന്ന ഈ അത്തിവൃക്ഷം ആ സീസൺ കഴിഞ്ഞാലും പിന്നെ ഈ അവസാന കായ്ച്ചൊക്കെ പിന്നെയും കൊടുക്കാറുണ്ട്. Even after the season ends over there, and for the fig tree, you can see a few buds coming out of it. എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ കായലിന്റെ ആരംഭകാലത്ത് പ്രത്യേകിച്ച് ഇല ഇങ്ങനെ തളിർക്കുമ്പോൾ, ഇല ഇങ്ങനെ തളിർത്ത് ഇല പാല് വരുന്ന സമയത്ത് എന്തായാലും ഇതിനകത്ത് കുറച്ച് കായൽ ഫലങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ്, പ്രത്യേകിച്ച് ഇല ഇങ്ങനെ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഒത്തിരി ഇലഭാരമുള്ള വൃക്ഷത്തിൽ കായകൾ കാണുക, ആ അത്തിപ്പഴങ്ങൾ കാണുക ഒരു പതിവാണ്, ആളുകൾ അത് ഭക്ഷിക്കാറുണ്ട്. So usually when the tree is full of leaves, when it's covered completely with leaves, there is a chance for the fruit to be there. അത് ഒരുപക്ഷെ പൂർണ്ണമായി പഴുത്തായിരിക്കില്ല, എന്നാൽ തിന്നാൻ കൊള്ളാവുന്ന. നമുക്കറിയാമല്ലോ ഈ പേരയൊക്കെ
പേരക്ക പഴുത്ത് കഴിഞ്ഞില്ലെങ്കിലും പേരക്ക പച്ചയ്ക്ക് നമ്മൾ പറിച്ച് കഴിക്കാറുണ്ട് അല്ലെ? പല ഫലങ്ങളും എല്ലാ ഫലങ്ങളും കഴിക്കാൻ കഴിയില്ല. എന്നാൽ ഈ അത്തിപ്പഴം ഒത്തിരി പഴുത്തില്ലെങ്കിലും ഇതിന്റെ ഉണ്ടായ ഒരു പരുവമാകുമ്പോൾ, ഒരു കുമ്പഴുപ്പ് പരുവത്തിലൊക്കെ എന്ന് പറയുന്നത് കഴിക്കാൻ കൊള്ളാവുന്ന ഒരു ഫലമാണ് ഈ അത്തിവൃക്ഷം. ആ പരുവത്തിലുള്ള അത്തിപ്പഴമാണ് യേശു അന്വേഷിച്ചത്. So it does not need to be fully ripe, it just has to be somewhat ripe. How we see it in India when we eat guava, it's not, we don't eat it when it's fully ripe. It needs to be ripe. യേശു കർത്താവ് ആലയം ശുദ്ധീകരിക്കാൻ പോയത് ഈ സമയത്ത്, സ്പ്രിംഗ് സീസൺ. ആ സമയത്ത് സാധാരണയായി അത്തിപ്പഴം ഉണ്ടാകാറുള്ള ഒരു കാലയളവാണ്. പാസ്ഓവറിന്റെ സമയത്ത് അത്തിപ്പഴം ചില വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇല തളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളിൽ ഇത് കാണുക സാധാരണ. So when Jesus was going to cleanse the temple during the spring season, at this time there was a chance to see a bit of the fruit being available. When he saw the amount of leaves in there, he thought there might be a fruit in it. Lot of greenery. എന്തായാലും എവിടെയെങ്കിലും ഒരെണ്ണം കാണുന്നത്, പക്ഷെ ഇലമാരെ കണ്ട് അടുത്തേക്ക് വരുന്നില്ല, ഒറ്റ ഫലം പോലും, ഒരു കാവും. So when he saw this much amount of leaves, he thought that there might be even at least one fig produced over there. But when he went, there was not even one. യേശുവിന്റെ മെസ്സേജാണ്, യേശുവിന്റെ മാനുഷികത, is fully man, fully God and fully man. പൂർണ്ണമായും ദൈവമായിരുന്നു, പൂർണ്ണമായും മനുഷ്യനുമായിരുന്നു എന്ന സംഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. This is the type of character where it shows that God was fully man and fully God at the same time. തനിക്ക് വിശന്നു, സ്തോത്രം. ഇത് കാണാതെ വന്നപ്പോഴാണ് ശപിച്ചത് നമുക്ക് കാണാൻ കഴിയും. When he was hungry and he was not able to get that fruit, that is when he cursed it. എന്നാൽ ഈ 11-ാം വാക്യം വളരെ പ്രാധാന്യമുള്ള ഒരു വാക്യമാണ്. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 11-ാം വാക്യം. തലേ ദിവസം വൈകിട്ട് യേശു കർത്താവ് ആലയത്തിൽ പോയി, ആലയത്തിൽ നടക്കുന്ന എല്ലാവിധമായ തെറ്റായ കാര്യങ്ങൾ, അവിടുത്തെ വിൽക്കൽ വാങ്ങൽ, അവിടെ നടക്കുന്ന അനീതി, അവിടെ നടക്കാൻ പാടില്ലാത്തത് പോലെ നടക്കുന്നത് കണ്ടിട്ട് യേശു കർത്താവിന്റെ ഹൃദയം വേദനിച്ചു. അതിന് കോപം ഉണ്ടായി കാണും. ഹല്ലേലൂയ. അദ്ദേഹം വന്നിട്ട് പോയ വഴിക്കാണ്, സ്തോത്രം, അല്ലെങ്കിൽ വീണ്ടും ആലയത്തിലേക്കുള്ള മടങ്ങി വരവിലാകാം, പ്രധാനം എന്നുള്ള വഴിക്കാകാം ഈ അത്തിയെ ശപിച്ചത്. So this verse 11 is a very important verse because we see that Jesus had gone the previous night and looked around and he saw a lot of unholy things and sinful things that were happening in the temple, and that would have hurt him at that time itself. യേശുവിന്റെ സ്വഭാവത്തെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ അടിക്ക് പോയി ആലയത്തെ ശുദ്ധീകരിക്കലായിരുന്നു. പല വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് യേശു കർത്താവ് 2 പ്രാവശ്യം, ഇതിന് മുൻപും ഒരു പ്രാവശ്യം പോയി ആലയത്തെ ശുദ്ധീകരിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യമാണ് ഈ ദേവാലയത്തിന്റെ ശുദ്ധീകരണം നാം കാണുന്നത്. So we hear Bible scholars who were saying that Jesus did not give an immediate judgment. He went a couple of times, once before the previous night and then the next day after. And also we see the same information in the Gospel of John. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, നമ്മുടെ ആലയത്തിലുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. So we know as Christians that the presence of God is in the temple. മാർക്ക് പൊൻകച്ചവൻ വെള്ളോട്ട് സദൃശമായ കാലുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, സഭയുടെ ഉലാവുന്ന കർത്താവാണ്. ആ കർത്താവ് നമ്മെ സന്ദർശിക്കുന്നുണ്ട്. We serve the God who is the head of that temple. ഹല്ലേലൂയ. അവൻ വന്ന് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരമാകുന്ന ആലയം, നിങ്ങൾ ദൈവത്തിന്റെ ആലയമെന്നും, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. Don't we know that our temple is a residence for God, and that's how we are supposed to keep up the temple. എന്നാൽ ഈ ആലയത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കണം, ഈ ആലയത്തിൽ ഹല്ലേലൂയ നാം ആയിരിക്കുമ്പോൾ, കർത്താവ് നമ്മെ സന്ദർശിക്കുമ്പോൾ, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മിൽ ഒരിക്കലും ദൈവഹിതമല്ലാതെ കാണാൻ പാടില്ല. So when we consider our body as a temple of God, and when God goes through our body, we should make sure that there's nothing sinful in it. കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ അത്തിവൃക്ഷത്തിൽ അവൻ ഫലം അന്വേഷിച്ചതുപോലെ ഈ നാളുകളിൽ നമ്മിൽ കർത്താവ് ഫലം അന്വേഷിക്കുകയാണ്. What he's expecting is he's expecting to get a fruit from this fig tree. That's the same thing that he expects from our life. ഒന്ന് വന്നിട്ട് പോയി വീണ്ടും കർത്താവ് മടങ്ങി വരികയാണ് യെരൂശലേം ദേവാലയത്തിൽ. He came once and he went, and again he came back. വീണ്ടും വന്നപ്പോഴും ഇതേ അവസ്ഥയാണ് അവിടെ നടക്കുന്നത്. വളരെ ക്ലേശകരമായ അനീതിപരമായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് മുഴുവൻ ആഗ്രഹിക്കുന്നില്ല, അസ്വസ്ഥം. എന്നാൽ പ്രിയമുള്ളവരെ, ആ പോക്കിൽ കർത്താവിന്റെ ആ ഒരു വലിയ ഇന്റൻസിറ്റി കാണിക്കുന്നതാണ് ഈ അത്തിവൃക്ഷത്തെ അവൻ ശപിക്കുന്നത്.
And when he came back, he still saw the unholy thing, and because of that intensity, he put a curse over the fig tree. വരുന്ന അവസരത്തിൽ ആദ്യ ഭാഗം നാം കാണുന്നത് യെരൂശലേമിലേക്കുള്ള കഴുതപ്പുറത്തുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവേശനമാണ്. On the beginning verses of chapter 11, we see the triumphal entry of Jesus sitting on the colt. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഫലപുഷ്ടിയുള്ളവരായിരിക്കണം. നമ്മിൽ ഫലം കാണുവാൻ. ഹല്ലേലൂയ. ഇത്രത്തോളം ഇലവലിപ്പമുണ്ട്, തളിർപ്പുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. ഫലം കായ്പാൻ യോഗ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉള്ളൊരു വൃക്ഷമായി ദൈവം നമ്മെ കാണുമ്പോൾ കർത്താവ് നോക്കുകയാ, ഇവരിൽ നിന്ന് എന്തെങ്കിലും ഫലം പുറപ്പെടുന്നുണ്ടോ? So dear children, what God wants to see in our life is to have a fruitful fruit in our life, and that we are able to show forth that fruitful the fruitful fruit in our life. ഈ അത്തിക്ക് ഫലമില്ലാത്തതുപോലെ ദൈവാലയത്തിലും ദൈവത്തിന്റെ ഗുണമുള്ള യാതൊന്നും കൂടെ സംഭവിക്കുന്നില്ല. Just like the fig tree did not have any fruit, the same thing the temple of God was not showing any fruit. കർത്താവ് ഒന്നും മടങ്ങിപ്പോയി. ആദ്യം കർത്താവ് ഒന്നും ചെയ്തില്ല. അതിന്റെ അർത്ഥം വീണ്ടും വരുമ്പോൾ ഒന്നും ചെയ്യത്തില്ലെന്നല്ല. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴൊക്കെ വെളിപ്പെടുന്നു അവൻ നമ്മുടെ ഫലം അന്വേഷിക്കുന്നുണ്ട്. So it's not that because he went the first time, he will not come back the second time. When he comes back the second time, he wants us to see the fruit. രണ്ടാമത് വന്നത് ചാട്ടയുമായിട്ടാണ്, അല്ലേ? So ചാട്ടവാറുമായി വന്ന് അടിച്ചവരെ പുറത്താക്കുന്ന അനുഭവം നമ്മൾ കാണുന്നത്. What we see over there is how he chastened the money changers and the seats of people who were ആ ഒരു പ്രവൃത്തിയുടെ കർത്താവ് കാണിക്കുന്നത് ദൈവം എന്ത് ഫലം പുറപ്പെടുവാൻ ആലയത്തെക്കുറിച്ച് ആഗ്രഹിച്ചോ ആ ഫലം പുറപ്പെടുന്നില്ല എന്നുള്ളതാണ്. What is trying to show that is what fruits that he wants to see coming from the temple, he was not able to see it. അതുകൊണ്ടാണ് അവിടെ അത്ര കഠോരമായ രീതിയിൽ ക്രോധത്തോടെ വളരെ ഇന്റൻസിറ്റിയോടുകൂടെ വളരെ വികാരക്ഷീണനായി യേശു കർത്താവ് പ്രവർത്തിപ്പാനിടയായിട്ടുണ്ട്. That's why we see that with great intensity and with great authority he was cleansing the temple. അവിടെ കർത്താവ് വളരെ വാക്കുണ്ട്. സ്വന്തം ഇത് എന്റെ പിതാവിന്റെ ഭവനം എന്താണ്? പ്രാർത്ഥനാലയം വിളിക്കപ്പെടും. നിങ്ങൾ അവരെ കള്ളന്മാരുടെ ഇടത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. Over there it says that is it not written, my house shall be called a house of prayer for all nations, but you have made it into a den of thieves. ഈ കള്ളന്മാരുടെ ഗുഹ എന്ന് പറയുന്നത് മനസ്സിലാക്കണം. കള്ളന്മാരുടെ ഗുഹ അവര് കൃത്യം ചെയ്തിട്ടുണ്ട്. എല്ലാവിധമായ വൃത്തികേടും കൊള്ളയും കൊലപാതകവും അറപ്പും മുടിപ്പും എല്ലാം ചെയ്ത ശേഷം അവർ വന്ന് ഒളിച്ചിരിക്കുന്ന, പിടിക്കപ്പെടാതിരിക്കാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് ഗുഹ. The den of thieves, we have to understand, is where thieves, they do all the kind of unholy things and all the kind of wrong things when they come and hide in this den. ഒരു കാലത്ത് ദൈവാലയത്തെ ജനവും ഉപയോഗിച്ചിരുന്ന അങ്ങനെ പുറത്തു പോയി എല്ലാ പരിപാടിയും കാണിച്ചത് അത് വന്ന് അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുന്ന ഇടമാണ് പലപ്പോഴും ആലയം. So we see this many times where people go outside, they do all the unholy things, and then they come into the temple God to get deliverance from it. അവിടെ ക്രൈം ചെയ്തില്ല, ആലയത്തിൽ. ഇവിടെ ക്രൈം ചെയ്യാൻ നമുക്ക് മടിയില്ല, പക്ഷേ കാലം മാറിപ്പോയി. എന്നാൽ ആലയത്തിനകത്ത് ഒരു ക്രൈം ചെയ്തില്ല. അവിടെ കുറ്റം ചെയ്തിടമല്ല, അവിടെ ഈ കുഴപ്പമെല്ലാം കാണിച്ചിട്ട് ഒന്ന് ഒളിച്ചിരിക്കുന്ന ഒളിസങ്കേതമായ ഒരു സ്ഥലത്തിനാണ് ഗുഹ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആലയത്തെയും യേശു കർത്താവ് അങ്ങനെ ഉപയോഗിച്ച് പ്രാർത്ഥനാലയമാണ്. ഇവിടെ പ്രാർത്ഥന വെളിപ്പെടേണ്ട വിശുദ്ധന്മാർ വാർത്തയുടെ ആത്മതവനം ചെയ്യേണ്ട, ഇവിടെ തലമുറകൾ ആരാധിച്ച് ദൈവത്തോട് ഹല്ലേലൂയ ബന്ധപ്പെടുന്ന ഇടമാണ്. എന്നാൽ ഇവിടെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് കർത്താവ് പറയുക. So the people, they go out and they do a lot of crime, but they come over here. They don't do any crime in the temple. But what God is trying to show is that the temple should be a place where we have fellowship and we receive blessings and we worship God. ഈ ഗുഹ വന്നിരിക്കുമ്പോൾ കള്ളന്മാർ ഒരു പേടിയില്ല, കാരണം അവിടെ ഏറ്റവും സേഫ് സ്ഥലമല്ല. കുഴപ്പം കാണിച്ചത് പുറത്താണ്. അവിടെ കുഴപ്പം കാണിച്ചത് അവിടെ പിടിക്കപ്പെടും. പക്ഷെ ഗുഹയ്ക്കകത്ത് എന്താ ഗുണം? കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അടുത്ത ക്രൈം ചെയ്യുന്നവരെ അവരുടെ ഒളിസങ്കേതമാണ് ഗുഹ. അത് ഡെൻ ഓഫ് thieves ആണ് അവരുടെ ഗുഹ എന്നാണ് കർത്താവ് പറയുന്നത്. The thieves, they know that if they go into this den, they're protected from the outside world where they did all these unholy things and all the sinful things. But they know that they can store all whatever they store into this den. ഇന്ന് പല ആലയങ്ങളും ഇങ്ങനെയായി മാറിയിട്ടില്ല. Nowadays we see many temples have turned into this den. എന്ത് പരിപാടി കാണിച്ചാൽ പാസ്റ്റർമാർ പറയും നല്ല പ്രശ്നമല്ല നമുക്ക് ഇഷ്ടം. നമ്മൾ ഒരാഴ്ച മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ വരുമ്പോൾ ഞാൻ ചെയ്ത കുഴപ്പങ്ങൾക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. പാസ്റ്റർ പറയും നല്ലത്, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും, അല്ലേ, മാനിക്കും, നല്ല സുഖിപ്പിക്കുന്ന പറയുന്ന സംഭവം വല്ലവും. അപ്പൊ ഇത് ചെയ്തോ വീണ്ടും വീണ്ടും ബലപ്പെട്ട് ചില
മനസ്താപമൊക്കെ ഉണ്ടായിരുന്നു. പ്രസംഗം കേട്ടപ്പോൾ ബലപ്പെട്ടു. ഈ കഴിഞ്ഞ ആഴ്ച ഒരു വൃത്തിയും ഭാഷ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ബലപ്പെട്ട് വീണ്ടും പോയി കുറ്റം ചെയ്യാൻ അതിന്റെ ഗ്യാപ്പിൽ ഉള്ള ഒരു ഗുഹയായിട്ടാണ് പല ആലയങ്ങളും ഇന്ന് നിലകൊള്ളുന്ന മനസ്സിലാക്കുന്നത്. We see many times where people have done a lot of sinful things throughout the week, and then they come to a church and they try to get forgiveness, and they try to refurbish themselves and then go again out of the week and do the same behavior. കാരണം അവരൊരിക്കലും ജനത്തിന് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന, അവരെ ശുദ്ധീകരിക്കുന്ന, അടുത്തൊരാഴ്ചക്കാലം വിശുദ്ധ ജീവിതത്തിലേക്ക് അവരെ നയിക്കുന്ന, ദൈവം എന്തു ഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഫലം കായ്ക്കുന്നത് ചെത്തിവെളിപ്പാക്കുന്ന, വചനത്തിൽ നിന്ന് വാള വെച്ച് അവരെ ശുദ്ധീകരിക്കുന്ന വചനങ്ങൾ പലയിടത്തും വെളിപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, many churches we see that when the churches or the pastors are supposed to cleanse the people and make them ready for the week so that they may lead a holy life, we don't see that happening in many churches. But think about if pastors were able to imagine that you are able to cleanse the people, bring them back to repentance and prepare them to have a holy week. Praise the Lord. നമുക്കും സംഭവിക്കും. അങ്ങനെ ദേവദാസന്മാർക്കും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. വായിച്ചാട്ടെ സ്തോത്രം. 17 വാക്യം വായിച്ചാട്ടെ. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. ആ ശുദ്ധീകരണ പ്രവൃത്തി ചെയ്ത ശേഷം യേശു കർത്താവ് പ്രസ്താവിച്ച വാക്കാണ് അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെ എന്ന് അന്വേഷിച്ചു. ഇവരെ ഇവിടുന്ന് പറയണം. ഈ ശുദ്ധീകരണ പ്രസംഗം ഭാഷമാരെ പ്രസംഗിക്കാത്ത കാര്യത പ്രത്യേകിച്ച് അമേരിക്ക. കാരണം ഇവരെ നശിപ്പിക്കേണ്ടതിന് ആരാ നശിപ്പിക്കുന്നത്? ജാതികളൊന്നും അല്ല കേട്ടോ, വലിയ ചീഫ്സാണ്. മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര്, അവരുടെ കൂടെയുള്ള വചനം അറിയാവുന്നവരും വചനം കോപ്പി ചെയ്യുന്നവരും ജനത്തിന് വചനം ഉപദേശിച്ചു കൊടുക്കേണ്ടവരും വചനത്തെപ്പറ്റി അവഗാഹമുള്ളവരുമായ മനുഷ്യർ വന്ന് എന്താ ചെയ്യുന്നത്? അവരെ കൊല്ലുവാൻ, നശിപ്പിക്കേണ്ടതിന് സ്വന്തവരെ അന്വേഷിച്ചു. So here we see that after Jesus was cleansing the temple, what happened after that was the scribes and the chief priests heard about it and they saw that they can destroy him and kill him. ഒരു കാര്യം സംഭവിച്ചു. ജനം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കുകയാൽ അധികാരത്തോടെ, ദൈവത്തിന്റെ അധികാരത്തോടെ ചെയ്തുകൊണ്ട് ജനത്തെ ഭയപ്പെട്ട് അവർക്ക് നശിപ്പിക്കുവാൻ കഴിയില്ല. So here we see that because the people were astonished at his teaching, the scribes and the chief priests were not able to destroy him. പ്രിയമുള്ളവരെ, സ്തോത്രം. നമുക്ക് ചില വേദന എടുത്താലും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കണം ഫലം കായ്ക്കണം. So dear believers, that even though it is painful, what God wants to see us is to produce a fruitful fruit. യോഹന്നാന്റെ സുവിശേഷം 5 നാം കാണുന്നുണ്ട്, നിങ്ങൾ അധികം ഫലം കായ്ക്കണം, ഞാൻ നിങ്ങളെ ചെത്തി വെളിപ്പാണ്. In John chapter 15 verses 5 to 8, it says that for every tree therefore that does not bear good fruit is cut down and thrown into the fire. പ്രിയമുള്ളവരെ, ഫലമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഇലഭാരമല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങൾ നമ്മൾ ദൈവം നമുക്ക് നൽകി. ദൈവം ആഗ്രഹിക്കുന്നത് 4 ഫലം കായ്ക്കാതിരുമ്പോൾ നാം കാണുന്നു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് ഓടാൻ വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിടുന്നു. So dear believers, what God wants to see us is not to have a tree full of leaves, but He wants us to produce fruitful life. And as it says in Matthew chapter 7 verse 16, you will recognize them by their fruits. കർത്താവ് പറയുകയാണ്, ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഫലം കായ്ക്കാൻ കഴിയില്ല. Even God says in John that I am the vine and you are the branches, and you produce fruit through me. You cannot produce without abiding in me. എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഫലം കായ്ക്കാൻ കഴിയില്ല. Without abiding in me, you are not able to produce the fruit. 1 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ നിൽക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ
ഭാഗ്യവാൻ. അവൻ ആശ്ചര്യം നടത്തിക്കുന്ന വൃക്ഷം പോലെ. Praise the Lord. അത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായത്. ഹല്ലേലൂയ. അവൻ ചെയ്തതൊക്കെ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഫലമുള്ളവരായി തീരുവാൻ. What God expects from us is to provide a fruitful life. Praise the Lord. ആത്മാവിന്റെ ഫലം എന്നുള്ളത് നമുക്കറിയാം, സ്നേഹം. ആദിയായ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സ്നേഹം, നമ്മൾ സ്നേഹം എന്ന ഫലമാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. We see that the fruit of the Spirit, the first one that God wants us in our life is the fruit of love. നമ്മൾ നടന്നത് അവിടെ കച്ചവടം മാത്രമാണ്. അവിടെ ആരാധനയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല. When he was going through the temple, he saw that there was a lot of merchants selling things, but he did not see any worship happening there. വ്യക്തി താല്പര്യങ്ങൾക്ക് എങ്ങനെ ലാഭമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കച്ചവടം, അവരുടെ മണി എക്സ്ചേഞ്ച്, അവരുടെ മൃഗങ്ങളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് ഒരു മൃഗത്തെ, ഞാനിപ്പോൾ വീട്ടിൽ വളർത്തിയ മൃഗത്തെ കൊണ്ട് ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും ഈ കച്ചവടക്കാരും തമ്മിൽ കയ്യപ്പ. അവർ പറയും ഇതിന് ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്, അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് വെളിയിൽ കെട്ടിട്ടോ. ഇവിടെ ഞങ്ങളുടെ ഉണ്ടല്ലോ. So what the merchants were trying to do was to sell their stuff over there. Even the chief priest was a part of it, where they used to spot the lamb and say that this is not good. Even they were ആരാധന പല ദേശത്തുനിന്നാണ് അവരുടെ കോയിൻസ് കൊണ്ടുവരും. അത് ഹൈ എക്സ്ചേഞ്ച് റേറ്റില് ഷെക്കേൽ മാത്രമേ ഞങ്ങൾ എടുക്കത്തുള്ളൂ. അവിടെ സ്വന്തമായിട്ട് വേറൊരു കോയിൻ എടുക്കത്തില്ല. ഇവർക്ക് എന്തെങ്കിലും വാങ്ങി എക്സ്ചേഞ്ച് ചെയ്താൽ മതി. പക്ഷെ സമ്മതിക്കില്ല. എക്സ്ചേഞ്ച് റേറ്റ് കിട്ടാൻ വേണ്ടി ആളുകളുണ്ട് അവിടെ പണം എക്സ്ചേഞ്ച് ചെയ്യും. So a lot of foreigners used to come into this temple for worship, and over there they accept only the Jewish shekel, and they used to charge high exchange rate to give these foreigners a shekel. മൃഗത്തെ കൊണ്ടുവരുമ്പോൾ കടലിലെ കൊണ്ടുവരും, നല്ല മൃഗത്തെ കൊണ്ടുവരും, ഒരു പൂരം തന്നെ കൊണ്ടുവരും. പക്ഷെ ഇവിടെ കൊണ്ടുവരും ന്യൂമാർ വിൽക്കുന്നത് മൂലമുള്ളതാണ്. The Jewish people, they used to bring a spotless lamb for sacrifice, but when they come into the temple, what the chief priests and merchants used to sell was spotted lambs. ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരു വലിയ കൂട്ടം പ്രമാണിമാരുണ്ട്. The person who was helping with all these happening was the main person in the temple. And this was against this where all Jesus was cursing. The temple is for worship. Over here the name of Jesus has to be lifted. We have to put away everything that's hindrance into lifting the name of God. എല്ലാ ചിന്തകള്, എല്ലാ ആലോചനകള്, എല്ലാവിധമായ പ്രവൃത്തികളെയും നാം മാറ്റി നിർത്തി ആരാധനയ്ക്ക് നാം പ്രാധാന്യം നൽകണം. Everything that hinders our worship, to our thoughts, to our deeds, everything we have to keep away and focus on worshiping God. കച്ചവടത്തിലവർക്ക് ലാഭം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ സ്ഥാപിത താല്പര്യങ്ങൾ അവിടെ പ്രമാണിക്കപ്പെട്ടില്ലെങ്കിലും എനിക്ക് പ്രധാന ആരാധന. When we don't sell, we don't get profit, and we have to keep that all away. And we should realize that the most important thing is to give glory and worship to God. പ്രിയമുള്ളവരെ, നാം നമ്മുടെ പിതാക്കന്മാർക്ക് കർത്താവിനെ സേവിക്കുക അല്ലെങ്കിൽ അവരുടെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. When our forefathers went to serve the Lord, they only received loss. അവർക്ക് പലതും നഷ്ടപ്പെട്ടു. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, അവരുടെ അംഗീകാരം നഷ്ടപ്പെട്ടു, സമൂഹത്തിൽ അവരെ വേട്ടയാടി, അവരെ പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെ കാണുന്നത് പോലെ ഒരു വിലയുമില്ലാത്ത അവസരം അവർ ആരാധന മുടക്കിയില്ല. വീട്ടിൽ നിലക്കൊണ്ടിട്ടും ആരാധന മുടക്കിയില്ല. അവർ ദൈവത്തെ സേവിക്കുന്ന പ്രാധാന്യം നൽകി. അതുകൊണ്ടാണ് അവരുടെ തലമുറയായ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത്. Our forefathers, they lost everything, all their relationship, all their position, their money, they lost everything, but still they did not forget to worship God, and because they worship God, we are experiencing all those blessings. നമ്മുടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മൾ മടിയിലെത്തി ലാളിച്ചു, നമ്മൾ ബാക്കി ഇവിടെ നിന്ന് പറയിപ്പിക്കും. നമ്മുടെ സമയത്ത് കുഞ്ഞുങ്ങൾ ഡോളർ കൊടുത്താൽ അവരുടെ ഭാവി നന്നാവണമെന്നില്ല, അവർ ദൈവത്തെ അറിയണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. നീ അധ്വാനിച്ചതുകൊണ്ടോ നിന്റെ സാഹചര്യം മാറിയതുകൊണ്ടോ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്നില്ല. സ്വന്തം നീ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ യഹോവയായ ദൈവത്തെ ഹൃദയംഗമായി മറ്റെല്ലാം മാറ്റി വിശ്വസിക്കാൻ തയ്യാറാണ്. If you want your children and your generation to be blessed, all we have to do is to worship our God with our whole heart. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മെ ഫലപുഷ്ടിയുള്ളവരായി കാണാൻ ആഗ്രഹിച്ച ദൈവം നമുക്ക് ഫലം കായ്പാൻ യോഗ്യമായ സകല സാഹചര്യങ്ങളെ ഒരുക്കി തന്ന ദൈവം നമ്മിൽ ഫലം കാണാതെ വന്നാൽ യെരൂശലേം ദേവാലയത്തിൽ ചെയ്തതുപോലെ അത്തിവൃക്ഷത്തോടെ ചെയ്തതുപോലെ അവന്റെ ന്യായവിധി നമ്മുടെ ഭവനത്തിൽ വെളിപ്പെടുകയായിരുന്നു. And if we are not able to produce a fruitful life that God has given us all that we need to produce that fruitful life, just like what He did in the temple of Jerusalem, He will cleanse it. Praise the Lord. റോമാലേഖനം വായിക്കുന്നു.
എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾ ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. Galatians chapter 6 verse 22 we read, "But now that you have been set from sin and have become slaves of God, the fruit you get leads to sanctification and its end eternal life." നമ്മൾ ദൈവം പാപത്തിന്റെ അഗാധ കൂപത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പലർക്കും ലഭിക്കാത്ത വലിയ ഭാഗ്യം പദവിയുണ്ട് അല്ലെ. പാപം ഓർക്കുന്നോ ഭാവിയാണെന്നോ ബോധ്യമില്ലാതെ വെറുതെ ചടങ്ങ് വെച്ച് ജീവിക്കുന്ന ആളുകളെ നമ്മെ വിളിച്ച് വേർതിരിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ആ ബോധ്യം നൽകിയത് ദൈവത്തെ ദാസന്മാരാക്കി നമ്മൾ മാറ്റിയത് ഫലം കായ്പാൻ, ശുദ്ധീകരണത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ ഫലം കായ്പാൻ, അത് നിത്യജീവനിലേക്ക് നമ്മെ നയിപ്പാൻ. So when God took us from all the sin that we were involved in and with all the sinful people that we were a part of, He took us away from that. He cleansed us. He gave us sanctification through the blood, so that we could produce fruitful life. അവസാന വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. കർത്താവേ, ഈ അത്യാവശ്യം ഉണങ്ങിപ്പോയല്ലോ, വേരോടെ ഉണങ്ങിപ്പോയല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. And towards the end, we see that the disciples were telling God, this whole fig tree withered away, even up to the roots. കർത്താവ് പറയുക, നിങ്ങളുടെ വിശ്വാസം വലുതാണെങ്കിൽ, ഹല്ലേലൂയ, ഇതിനോട് വേരോടെ പിഴുത് സമുദ്രത്തിൽ പോയി വീഴാൻ പറയാം. അങ്ങനെ മാത്രമല്ല, വേരോടെ പിഴുത് സമുദ്രത്തിൽ വീഴാൻ പറഞ്ഞാലും അത് സാധിക്കും. നിങ്ങളുടെ വിശ്വാസം ശക്തിയുള്ളതായിരിക്കും. So God was telling to them to have faith in God, to increase your faith, so that even if you tell a mountain to move to be cast into the sea, that also will happen. And also, ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. ഹല്ലേലൂയ. And also one thing He says very importantly is to forgive one another. വിശ്വാസം മാത്രം പ്രാർത്ഥിക്കുമ്പോൾ, whenever we stand in prayer, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം മാത്രം പോരാ, not only faith is required. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകൾ ക്ഷമിക്കേണ്ടതിന് നിങ്ങളും ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണ്. And if you are standing in prayer, you have anything against anyone, forgive him, that your Father in heaven also forgive for your പ്രാർത്ഥനയ്ക്ക് വിശ്വാസം ഒരു ഘടകമാണ്. പ്രാർത്ഥനയ്ക്ക് നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത്, ഹല്ലേലൂയ, സ്തോത്രം, മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കേണ്ടത്, നിരക്ക് പ്രാപിക്കേണ്ടത് പ്രാർത്ഥനയുടെ മറുപടിക്ക് ഒരു വലിയ ഘടകമാണ്. In order to get the result from our prayer, it's not only important that we have to have faith, but it's also important to forgive others who have trespassed against us. നമ്മുടെ ദൈവസഭയിൽ വലിയ അഭിമാനമുണ്ട്. വീഴ്ചകളും പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകാൻ അന്യോന്യം ക്ഷമിപ്പാനും സഹിപ്പാനും ചേർന്ന് നിൽപ്പാനും, ഹല്ലേലൂയ, ഒരു വലിയ മനസ്സ് നാം കാണിക്കുന്നുണ്ട്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. Even though we have a lot of difficulties in our families and with our brothers and sisters, we are supposed to forgive each other, and that's what we have. അത് വലിയ മാതൃകയാണ് പ്രിയമുള്ളവരെ. ഈ കാലയളവിൽ പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ നിരപ്പിന്റെ പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥന നിരപ്പിന്റെ ശുശ്രൂഷയുണ്ട്. ഈ ഒരു കാലയളവിൽ പല സഭകളിലും കാണുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവസഭയിൽ ഹല്ലേലൂയ നാം അന്യോന്യം ക്ഷമിച്ച് സഹിച്ച് ഓർത്ത്, ഹല്ലേലൂയ, സ്നേഹത്തിന്റെ ആത്മാവിൽ മുന്നേറുന്നത് കാണുന്നത് ഒരു വലിയ അനുഗ്രഹമായി. ഇത് പലയിടത്തും കാണാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ നാം അത് കാണിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Because we have set a great example and a great impact on other communities, because we show other people that we are able to forgive each other. എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടോ, നമുക്കൊരു പരാതി ഇല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം എനിക്ക് 100% സന്തോഷിക്കുന്നുള്ളതുമല്ലത്. നമുക്ക് പ്രാധാന്യം, ഹല്ലേലൂയ, ഇവിടെയുള്ള ആളുകളെക്കാളൊക്കെ പ്രാധാന്യം, ഹല്ലേലൂയ, അതൊരു പ്രത്യേകത ഉള്ളവരെന്നാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തോടുള്ള ആരാധന, ദൈവത്തോടുള്ള മനസ്സാക്ഷി, അതാണ് എനിക്ക് പ്രാധാന്യം. അതുകൊണ്ടാണ് നാം അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നത്. Because we have the experience, because what is important to us is to experience the worship of God and experience His presence. That is why we are able to forgive each other. ഒക്കെ പൂർണ്ണമായ എന്റെ ഭാഗത്തായിട്ടല്ല തെറ്റ്. പക്ഷേ നാം അന്യോന്യം മറ്റൊരു വ്യക്തിയുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി ചെന്ന് നാം അവരോട് ക്ഷമ പറയുകയും അവർ അന്യോന്യം ക്ഷമ പറയുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ മഹത്വപ്പെടുന്ന ദൈവനാമം. It might not be your fault, but we go down to the other person's level and we are able to forgive each other, and that's what brings glory to God. പറയാം, കർത്താവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുണ്ട്. Without you I have no goodness. എന്റെ ജീവിതത്തിൽ കുറവുണ്ട്, നീ ഒഴികെ എനിക്കൊരു നന്മയുണ്ട്. There are many sins in my life, but without you I have no goodness in my life. I'd like to read one more verse before I end. ഈ ഒരു ഭാഗത്തിന്റെ ഈ സന്ദേശത്തിന്റെ കൺക്ലൂഷൻ ഒരു വേദഭാഗം വായിക്കുമ്പോൾ 2 പത്രോസ് 1:7 മുതൽ 11 നിങ്ങളെ ശ്രദ്ധിക്കുന്നത് വായിക്കുമ്പോൾ ആരെങ്കിലും ശബ്ദമേറിയ ഭാഗം വായിക്കും. 2 പത്രോസ് 1:7 മുതൽ 11 വരെ വായിച്ച് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ
Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്ത് പറയുന്നത് നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരായിരിക്കുക. Praise the Lord. You shall not be people of short sight. എന്നാൽ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന കാര്യം നോക്കി നമ്മൾ പ്രതികരിക്കുന്നത് അതല്ല. നാം നീണ്ട ദൂര കാഴ്ചയുള്ളവരായിരിക്കണം. നിത്യതയെ നോക്കിയായിരിക്കണം നമ്മുടെ യാത്ര. ഇപ്പോൾ പറഞ്ഞത് പ്രതികരിക്കാൻ നിൽക്കരുത്. അതിൽ നിത്യത എനിക്ക് പ്രധാനം. ഇപ്പോൾ ആളുകൾ പറയും നമ്മൾ തിരിച്ചു പറഞ്ഞിരിക്കും. അതാ ഹ്രസ്വദൃഷ്ടി, അത് നമ്മെ എന്നും എത്തിക്കത്തില്ല. This passage it says that God said that you're not supposed to be short-sighted, but you're supposed to be far-sighted. But a far-sightedness is supposed to be concentrated on eternal life with Him. എന്റെ അമ്മായിപ്പനോട് ഒരു ഉപദേശം പറഞ്ഞിട്ടുണ്ട്. സുരേഷ് വേലയ്ക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ നമ്മുടെ ദൈവദാസന്മാർക്ക് സ്ഥിരം ശത്രുക്കളുമില്ല, സ്ഥിരം മിത്രങ്ങളുമില്ല. My father-in-law once told me before I went into the ministry that for ministers they don't have full-time enemies or full-time friends. ഞാൻ ഈ കോടമാർക്ക് പറഞ്ഞു കൊടുക്കാത്തതാണ്. ഇത്രയും വർഷമായിട്ട് നിങ്ങളോട് പറയുക. ഇത് വലിയ കോടാണ്, വലിയൊരു സത്യമാണ്. ദേവദാസന്മാർക്ക് സ്ഥിരം ശത്രുവില്ല, സ്ഥിരം മിത്രം. കാരണം അറിയാവോ, ഇന്ന് ശത്രുവായിരിക്കും, നാളെ മിത്രമാണ്. കാരണം ലോകം അവർക്ക് മനസ്സിലാവും. ഇന്ന് പാസ്റ്റർക്ക് വല്ലാതെ ദേഷ്യമായിരിക്കും, പക്ഷെ നാളെ പറയോ ഇങ്ങനെ സത്യമാവുന്നത് ഇങ്ങനെ പറഞ്ഞാലും സത്യം പിന്നീട് പറഞ്ഞു. ഇന്ന് നമ്മുടെ കൂടെ ചക്കരയും തേനുമായിരിക്കുന്നു, നാളെ ഒരു ചെറിയ കാര്യം മതി പൊങ്ങായി. ഇത് സത്യമായ കാര്യമുള്ളൂ. ഞാൻ ഇത് പലരും പറഞ്ഞ പല അനുഭവങ്ങളും എനിക്ക് സത്യമാണ്. ഇത് വളരെ കൃത്യമാണ് ദേവദാസന്മാർക്ക്. The very experience I have realized that we don't have constant enemies and constant friends as being a minister, because I have experienced that one day they can be an enemy, the next day they can be a friend, or one day they can be a friend, and next day they can be an enemy. ഇവിടെ ഇരിക്കുന്ന പല ചിന്തകളായിരിക്കും. പക്ഷെ ഒരു കാര്യമാണ്, എൻഡ് ഓഫ് ദ ഡേ ഒരു പക്ഷേ കുറെ വർഷങ്ങൾ ഞാൻ ഒരു പോയ ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാലത്ത് അദ്ദേഹം തട്ടിപ്പോയത് കേൾക്കുമ്പോഴാകാം. ഹല്ലേലൂയ, ഓ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് സത്യമായി എന്തെങ്കിലും ചിന്തിക്കേണ്ട കാര്യം വരും. കാരണം എന്താ പറയാമോ, ഈ ഹ്രസ്വദൃഷ്ടിയാണ് നമ്മളെ ഇതൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഹ്രസ്വദൃഷ്ടി. So we might think, one time when I'm gone, or even if I leave the church, people might look behind and say that, this man was a true man of God and his messages were right, and that is because of our short-sightedness. ബാംഗ്ലൂരിൽ ഞാൻ കുറെ വർഷങ്ങൾ ശുശ്രൂഷിച്ചതാണ്. I've been to Bangalore for many years. അവിടെ പല ചെറുപ്പക്കാരോട് വളരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. There were many young people who had adversity towards me. ഞാൻ അവരെ വളരെ സ്ട്രിക്റ്റ് ആയി ഡിസിപ്ലിൻ ചെയ്യുന്ന ചെറുപ്പം ഇന്നത്തെ വളരെ യുവത്വം നിറഞ്ഞൊരു കാലമാണ്. എന്നാൽ ഈ പിൻകാലത്തൊക്കെ അവരെ ഈ ദേശത്തും കാനഡയിലും മറ്റു സ്ഥലങ്ങളിലും വന്നിട്ട് എന്നെ വിളിച്ച് എന്നോട് ക്ഷമ പറയുന്ന അനുഭവങ്ങൾ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. Because I used to discipline them a lot, they used to have a lot of adversity towards me. But many years later, when they came to this part of US and America, they have called me and അനുഗ്രഹിക്കപ്പെട്ടു. എനിക്ക് പലപ്പോഴും വിഷമം തോന്നുന്നുണ്ട് അവരെ ശാസിച്ചതിൽ. പക്ഷേ പിൽക്കാലത്തൊക്കെ അവർ അനുഗ്രഹിക്കപ്പെട്ടു. പാസ്റ്റർ പറഞ്ഞതായിരുന്നു ശരി, അത് എനിക്ക് ഇപ്പം മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ പലരും എന്നോട് സംസാരിച്ചതല്ലേ അനുഭവം. I felt bad for disciplining them, but I saw that when they called me, they told me that because of your great advice, I was able to be blessed. എന്ന് പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിയിട്ടുള്ളതല്ല പറയുന്നത്. തെറ്റുപറ്റിയിട്ടുണ്ടാകുക മനുഷ്യനാണ്. എന്നാൽ ഹ്രസ്വദൃഷ്ടി നമ്മുടെ ആത്മീയ ജീവിതത്തെ താഴ്ന്നു. But it's not because I've not done any mistakes, but short-sightedness would bring our spiritual life down. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ക്ലാരിഫൈ ചെയ്യാൻ പോകല്ല. ഞാൻ പറയും, ദൈവമേ നിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് നീ പഠിപ്പിച്ചാലേ പഠിക്കൂ, ഞാൻ പഠിപ്പിച്ചാലേ പഠിക്കൂ. I always pray that only God's work has to come forth. If I teach them, it will not work. But if you teach them, it will come into. സംസാരിക്കുന്നത് കറക്റ്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല. പ്രിയമുള്ളവരെ, എന്റെ ജോലിയിൽ പരിധി പറയുള്ളൂ. പൂർണ്ണമായ പ്രവൃത്തി ദൈവത്തിന്റെ കയ്യില. അതിനുവേണ്ടി ഞാൻ വിട്ടുകൊടുത്ത് കർത്താവിന്റെ കാര്യങ്ങൾ ഫലപ്പെടുത്തിയിരിക്കുക. Some people might think that why are these things not coming into pass? But my work is limited. For the full work to happen, it has to be done by God. Let's close our eyes and pray. Let's pray. Let's not be short-sighted. ഞങ്ങൾ പൂർണ്ണമായ നിത്യതയെ നോക്കി നടക്കുവാൻ, നിത്യതയെ നോക്കി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ഞങ്ങൾ ഇടയാക്കുന്ന നിമിഷം പ്രാർത്ഥിച്ചാൽ Let's pray for that to happen. ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ Let's pray. ഒരു ദൈവത്തെ സ്തുതിച്ചാൽ നോക്കി ഫലം നോക്കി കർത്താവിനെ പോലെ Just like how God looked into that. നമ്മെ ഇതിനകത്ത് ദൈവം നോക്കുന്നുണ്ട് ഒരു ഫലത്തിനായി കർത്താവ് ആഗ്രഹിക്കുക. God looking to our life to get a fruitful life out of it. ഫലമുള്ളവരായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. Let us be fruitful for God. ആലയത്തിൽ ആരാധനയ്ക്ക് പ്രാമുഖ്യം നൽകട്ടെ. Let us give importance to worship in the മറ്റു temple. കാര്യങ്ങളൊക്കെ നമുക്ക് അല്പം മാറ്റിവെച്ചിട്ട് ആരാധന, നമ്മുടെ തലമുറ അനുഗ്രഹം, വിടുതല്, ലോകങ്ങളില് ഭാവിയില് അനേക വർഷങ്ങൾക്ക് ശേഷം
വലിയ അനുഗ്രഹത്തിന്റെ പദവിയിലേക്ക് നാം നയിക്കപ്പെടുവാനിടയായിത്തീരട്ടെ. Let's keep everything aside and focus on what is important for God. അതിനായി നമുക്ക് ദൈവത്തോട് സമർപ്പിക്കാം. Let's submit ourselves to God. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബബാ പ്രാർത്ഥന. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. Hallelujah.